ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ശർക്കരയും ഗോതമ്പ് പൊടിയും പഴവും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി കേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കതിന് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ആദ്യം. അപ്പോൾ ഞാനൊരു വലിയ ശർക്കരൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെടുത്ത ശർക്കരൻ്റെ ബാക്കി ഭാഗം ഉണ്ടാവില്ലേ, അതൊന്ന് ചിരകിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 പഴം വേണം. അതിലൊരു പഴം നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനത് ചെറുതാക്കി കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് നമുക്ക് എളുപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ പഴം നമുക്ക് കുറച്ച് കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. കുറച്ച് കനത്തിൽ, നല്ല കനത്തിലൊന്നും അരിയണ്ട. അത് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ്. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി. പിന്നെ നമുക്ക് ഒരു മുട്ട വേണം. പിന്നെ അതുപോലെ വാനില എസൻസ് വേണം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ വേണ്ടത് അപ്പസോഡയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്. നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇനി നമ്മൾ ഗോതമ്പ് പൊടിയും ഉപ്പും പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമ്മളെടുത്ത എണ്ണ അതിലേക്ക് ഒഴിക്കുക. ഇനി ബട്ടർ ആണെങ്കിൽ അത് ഞാൻ 4 ടേബിൾ സ്പൂണാണ് എണ്ണ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. പിന്നെ നമ്മളെടുത്ത പഴം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് ഞാൻ 1 ടേബിൾ സ്പൂണാണ് വാനില എസൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇനി അടിച്ചെടുത്തത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ച ഗോതമ്പ് പൊടിയൊക്കെ അല്ലേ, അതിങ്ങനെ കുറച്ചിച്ച് ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇളക്കി നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചിരകിയ ശർക്കര ഉണ്ടായിരുന്നില്ലേ, അത് അതിൻ്റെ മേലെ കൂടി ഒന്ന് വിതറി കൊടുക്കുക. എല്ലായിടത്തും കൂടി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടിയിൽ അരിഞ്ഞ് വെച്ചിരുന്ന പഴം ഉണ്ടായിരുന്നില്ലേ, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വെക്കുമ്പോൾ കേക്ക് ടീനിൻ്റെ മൂലക്കായി വെക്കരുത്. കുറച്ചിങ്ങനെ വിട്ടിട്ട് വെക്കുക. എന്നിട്ട് ഫുള്ളായി വെക്കുക. അപ്പോൾ നമ്മൾ ഈ പഴം, ഞാനെടുത്ത പഴം ഇവിടെ നമുക്ക് യമനിപ്പഴം, അമേരിക്കൻ പഴം എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മൾ സാധാ നേന്ത്രപ്പഴം അല്ല, നമ്മൾ നാട്ടിലത്തെ നേന്ത്രപ്പഴത്തിൻ്റെ പോലത്തെ അല്ല. നാട്ടിലെ മൈസൂരിപ്പഴം ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെയാണ്. നമ്മൾ റോബസ്റ്റ് വാഴയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാതിരിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഇതുപോലെ ഒരു ഓട്ടപാത്രം അല്ലെങ്കിൽ വേറെ വല്ല സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതുമ്പോൾ നമ്മൾ കേക്ക് ടിന്ന് വെച്ചാൽ മതി. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിസിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ റെഡിയാകും. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചാൽ മതി. എനിക്ക് 30 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കേക്ക് ടീനിൽ എടുക്കാൻ ചൂടാറണമെന്നൊന്നുമില്ല. ഞാൻ ഇറക്കി വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചോളം ചൂട് കൊടുക്കണ അത് തിന്നാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ ഒരു വട്ടം ഇത് ഉണ്ടാക്കിക്കണമെങ്കിൽ പിന്നെ ഉണ്ടാക്കും. ഞാനിത് 3 വട്ടം ഉണ്ടാക്കി കഴിച്ചു ഈ ഒരാഴ്ച ആയപ്പോഴത്തേന്. അപ്പോൾ നല്ല രസമാണിത് തിന്നാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക.